വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റു. ചോറിനുള്ള വെള്ളോണിനെ എടുത്ത് തിളപ്പിക്കാനായിട്ട് പോകുന്നു. അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, ചോറ് തിളച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ തിളച്ച ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ചായക്കുള്ള പരിപാടിയാണ്. ചായന ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അരിച്ചൊഴിച്ച് എല്ലാവർക്കും കൊടുക്കാനായിട്ട് കപ്പുകളിലേക്ക് ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി, സാമ്പാറും ചമ്മന്തിയാണ്. ഞാൻ ഇവിടെ സാമ്പാറിൻ്റെ റെസിപ്പി ഇവിടെ ചെയ്യുന്നുണ്ട്. കുറച്ച് പരിപ്പ് എടുക്കുക, അത് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഈ കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത അടുപ്പിൽ ഞാൻ പാല് തിളപ്പിക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് സവാളയും വെളുത്തുള്ളി കായ്പ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 വിസിലാകുമ്പോഴത്തേക്ക് നന്നായി വെന്ത് നല്ല പാകമായിട്ടുണ്ടാവും. പരിപ്പൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. സാമ്പാറിന് ബാക്കിയുള്ള പച്ചക്കറിയും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ നന്നായിട്ട് കരണ്ടി വെച്ചിട്ടൊന്ന് നന്നായി ഉടഞ്ഞ് നല്ല പരുവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ബാക്കി പച്ചക്കറിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സാമ്പാറിൻ്റെ ഒരു കറി പൗഡറും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യമുള്ളത് പുളിയാണ്. പുളിനെ ഇവിടെ കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടിട്ട് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ തുറന്ന് നല്ല പച്ചക്കറികൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി താളിച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ഈസി ആയിട്ട് തന്നെ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിക്കുള്ള മാവാണ്. അത് ഉപ്പ് കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കലക്കിയിട്ട് ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇഡ്ഡലിയുടെ മാവ് തന്നെ തട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് കണവ തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കണവയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ക്രഷ് ചെയ്തിട്ട് ആദ്യം താളിച്ചിട്ട് അതിനിട്ട് ഒരു സവോളയും കൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്ത ശേഷമാണ് ഈ കണവ തട്ടുന്നത്. പിന്നെ അതിനുള്ള അരപ്പും കൂടെ റെഡിയാക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കും. എന്നിട്ട് അരപ്പും കൂടെ ഒന്ന് തട്ടിയ ശേഷം ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് മൂടി പൊത്തി വയ്ക്കും. നമ്മളെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്യാം. ഇനി കണവ തോരൻ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഊറി നല്ല തിളയ്ക്കുന്നുണ്ട്. ഒന്ന് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഹസ്ബൻഡൊക്കെ കടയിൽ കൊണ്ടുപോയി. ഇനി ബാക്കി വന്ന ഇഡ്ഡലി സാമ്പാർ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചു. അതോടെ നമ്മുടെ
അടുക്കള പണിയെല്ലാം ഒതുങ്ങി വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.